ഈ വീടിൻ്റെ മുറ്റത്തിങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്കെല്ലാം ഇരിക്കാൻ ഒരവസരം ദൈവം തന്നു. ഈ പ്രിയ കുടുംബാംഗങ്ങൾ ജോഷിയും കുടുംബവും ക്ഷണിച്ചനുസരിച്ചായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. ഇന്ന് മഴയില്ല, അത് നല്ലതാണ്. അല്പസമയം നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നല്ലവണ്ണം ഓർക്കണമേ, ഇവിടെ ഒരു MLA സാന്നിധ്യത്തിലല്ല, ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിലല്ല, മറ്റങ്ങനെയുള്ള ലോകപരമായ വിശിഷ്ടരായ നേതാക്കന്മാരോ അങ്ങനെയുള്ള ആരുമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് എത്ര പേര് നിങ്ങൾ വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, എൻ്റെ നാമത്തിൽ 2 or 3 പേർ എവിടെയൊക്കെ കൂടി വരുന്നുവോ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ വരാം എന്നല്ല പറഞ്ഞത്, ഞാൻ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വൈകുന്നേരം ഈ ഭാഗത്തിൻ്റെ തമ്മിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അദൃശ്യനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യബോധം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിന് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് പറയാം. ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഇതേപോലൊരു പ്രാർത്ഥന നടന്നപ്പോൾ ഞാൻ വന്നിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വരുന്നത്. അന്ന് ഞാൻ ദൈവവചനം സംസാരിച്ച വിഷയം ഞാൻ നല്ലവണ്ണം ഓർക്കുന്നു. ബൈബിളിൽ സഭാപ്രസംഗി എന്നുള്ളൊരു പുസ്തകത്തിൽ നിന്ന്, നിന്റെ യൗവനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളണം. അവസരം കിട്ടുമ്പോൾ, നിനക്കാകുമ്പോൾ എന്നെങ്കിലും ആവുമ്പോൾ എന്നല്ല, നിനക്ക് നല്ല സുബോധമുള്ളപ്പോൾ, നിന്റെ ശരീരത്തിൽ ആരോഗ്യമുള്ളപ്പോൾ, നിനക്കാനുള്ള അവസരങ്ങൾ ദൈവം തരുമ്പോൾ നീ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കണം എന്ന ആ ഒരു ഭാഗമാണ് ഞാൻ സംസാരിച്ചത്. മനുഷ്യൻ്റെ ശരീരം എങ്ങനെ ബലഹീനപ്പെട്ട ഒടുവിൽ ഓരോ അവയവങ്ങളായിട്ട് ചത്ത് ഒടുവിൽ മരിച്ച് മണ്ണോട് ഈ ഉടൽ പോവുകയും പകരം അതിനുള്ളിലുണ്ടായിരുന്ന ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകും എന്നുള്ള ഭാഗം പറഞ്ഞ് നിർത്തി. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ സെറ്റ് ഇല്ലിങ്ങേറ്റത്ത് അവിടെ ഇരുന്ന നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചന്ദ്രൻ ചേട്ടൻ വളരെ ശ്രദ്ധയോടുകൂടി അത് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു, അന്നത്തെ ദൈവവചനം പതിവില്ലാതെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു. പല പ്രാവശ്യം അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അന്നെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വളരെ സമർപ്പണത്തോടെ അദ്ദേഹം കുനിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ആ ചന്ദ്രൻ ചേട്ടൻ ഈ ലോകം വിട്ട് കടന്നുപോയി. തിങ്കളാഴ്ച അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു. ഈ സംഭവം അന്നിവിടെ വചനം കേട്ട് പോയിട്ട് ഏകദേശം ഒരു 3 മാസം താഴെയായിട്ട്, 1 മാസമേ ആയിട്ട്, 1 മാസം, ഒരു 5 ആഴ്ച കൂടി പോയ. അതിനുള്ളിൽ ആ പ്രിയപ്പെട്ടവൻ രക്ഷിതാവിനെ അല്ലെങ്കിൽ സൃഷ്ടിതാവിനെ അറിഞ്ഞു. അത് കഴിഞ്ഞൊരു ദിവസം അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സ്വകാര്യമായിട്ട് വീണ്ടും കുറേ നേരം സംസാരിച്ചു. ഒടുവിൽ അദ്ദേഹം വളരെ കണ്ണീരോടുകൂടി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അദ്ദേഹം ആ കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന വിശ്വാസ സ്നാനം തനിക്ക് വളരെ ബലഹീനത ഉണ്ടായിരുന്നെങ്കിലും താനത് സ്വീകരിച്ച് കർത്താവിൻ്റെ മേശയിലും പങ്കെടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹം ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താൻ കടന്നുപോയി. തൻ്റെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്ന് രാത്രി മുഴുവൻ വെച്ചു. അടുത്ത ദിവസം ഉച്ചയോടുകൂടെ ശാന്തി കവാടത്തിൽ കൊണ്ട് അദ്ദേഹത്തെ ഇന്ന് സംസ്കരിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തെ എന്തുകൊണ്ടൊരു മണ്ണിൽ കൊണ്ടടക്കിയില്ല എന്നാരെങ്കിലും ചോദിച്ചാൽ അത് പ്രസക്തമല്ല. മണ്ണിലടക്കിയാലും തീയിൽ ദയിപ്പിച്ചാലും വെള്ളത്തിൽ പോയാലും അത് പ്രശ്നമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും എന്ന് ദൈവവചനം പറയുന്നു. എന്ന് ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഓർക്കുകയാണ്. ആ പ്രിയപ്പെട്ടവൻ കർത്തൃ സന്നിധിയിലേക്ക് താൻ എടുത്തുകൊള്ളപ്പെട്ടു. നമുക്കതിൽ ദുഃഖമുണ്ട്. ആ കുടുംബത്തിന് പ്രത്യേകിച്ച് വളരെ ദുഃഖമുണ്ട്. ഇന്ന് ആ കുടുംബം ഇവിടെ വന്നിട്ടില്ല, മരുമോൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അവർക്ക് വളരെ ദുഃഖമുണ്ട്. എങ്കിലും അവർക്കൊരു വലിയ പ്രത്യാശയുണ്ട്. കാര്യം തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഇവിടെ കണ്ണടച്ചു മരിച്ചു, ഇനി ശരീരത്തിൽ ഇവിടെ കാണുകയില്ല, പക്ഷേ ദൈവസന്നിധിയിൽ താൻ വിശ്രമിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. രണ്ടാമത്തെ കാര്യം, ആ പ്രിയപ്പെട്ടവനെ ഇനിയും അവർ കാണും. അവർ മാത്രമല്ല, ഞങ്ങൾ ധൈര്യത്തോട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ഞങ്ങൾ ഈ ചന്ദ്രൻ ചേട്ടനെ വീണ്ടും കാണും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ആശ്വാസം. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ചവരെ പറ്റി അങ്ങനെ ഒരു വലിയൊരു ആശ്വാസം നമുക്കുണ്ട്. കാര്യം അവർ നഷ്ടപ്പെട്ടു പോയില്ല, അവർ ദൈവസന്നിധിയിലുണ്ട്. വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ അന്നൊരു പക്ഷേ നാം ജീവനോടെ ക്രിസ്തുവിലൂടെ ജീവിച്ചിരുന്നാൽ
നാമും എടുത്തുകൊള്ളപ്പെടും എന്നുള്ളൊരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. ഒരു കുറിവാക്യമായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അതിങ്ങനെയാണ്: കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഈ ഭൂമിയിലേക്ക് മനുഷ്യപുത്രനായി യേശുക്രിസ്തു അവതരിച്ച, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ, ഏകപുത്രനായ ഏകജാതനായ തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം നമ്മളെ, അല്ലെങ്കിൽ മനുഷ്യരെ, അല്ലെങ്കിൽ ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചു എന്ന ഒരു നല്ല വാക്യം ബൈബിളിൽ യോഹന്നാൻ 3:16 ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദൈവം അത്രയ്ക്ക് സ്നേഹിച്ചു, എത്രയ്ക്ക് സ്നേഹിച്ചു, തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു തരാൻ തക്കവണ്ണം. അപ്പോൾ ഒരു മകനെ അയച്ചു കൊടുക്കുന്ന വലിയ കാര്യമാണ്. നമ്മളൊക്കെ മക്കളെ എവിടെയൊക്കെ അയച്ചിരിക്കുന്നു, അല്ലേ? വിദേശങ്ങളിലൊക്കെ നമ്മൾ അയക്കുന്നു. ഇതങ്ങനെയല്ല. ഈ ഭൂമിയിലേക്ക് അയച്ച് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാം പാപത്തിന് ദൈവം വിധിച്ചിരുന്ന മരണശിക്ഷ താൻ ഏറ്റെടുത്ത് ആ ശിക്ഷ താൻ അങ്ങ് ഭരിച്ചു. ആ കാൽവരി ക്രൂശിൽ ഒരു വളരെ ക്രൂരമായ ഒരു മരണം താൻ ഏറ്റെടുത്തു. എന്നിട്ട് ആ മരണത്തിലൂടെ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്ന് ആ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും രക്ഷ പിതാവായ ദൈവം ഇന്ന് അനുവദിച്ചു തന്നിരിക്കുന്നു. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ഇന്ന് മറ്റൊരു നാമവുമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് ഈ ബൈബിൾ വ്യക്തമായി പറയുന്നു. ഇന്ന് രക്ഷ കിട്ടേണ്ടതിന്, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാരതത്തിൽ നോക്കിയാൽ അതിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ള അനേകർ നന്നായി ഒന്നിച്ച് വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കഴിയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ അനേകർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലേ? അതൊക്കെ അവർക്ക് ഉള്ള ഒരു വിശ്വാസത്തിൽ അവരിതെല്ലാം ചെയ്യുന്നു. പക്ഷേ അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മറന്നതല്ല മോക്ഷപ്രാപ്തി, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. എങ്കിൽ ഈ ബൈബിൾ വ്യക്തമായി പറയുന്നു, മനുഷ്യന് ഒരു രക്ഷ ആവശ്യമാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ കൈ കെട്ടുന്ന നൂലല്ല, ചരവല്ല രക്ഷ, ആത്മരക്ഷ എന്ന് ബൈബിൾ പറയും, അല്ലേ? അങ്ങനെയെങ്കിൽ ആ ആത്മരക്ഷ മനുഷ്യന് ആവശ്യമാണ്. കാര്യം നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആത്മാക്കൾ ഓരോ ശരീരത്തിലിരിക്കുന്നതേ ഉള്ളൂ, അല്ലേ? പക്ഷേ ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതായോണ്ട് തിരിച്ച് മണ്ണിലേക്ക് ഒരു ദിവസം പോയേ പറ്റൂ. പക്ഷെ ഇതിനുള്ളിലുള്ള ആത്മാവ് നിത്യമാണ്, അതിന് മരണമില്ല. കാര്യം നിത്യനാണ് ദൈവം. ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ മണ്ണുകൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കി അതിൻ്റെ മൂക്കിലേക്ക് ഊതിയപ്പോൾ ജീവശ്വാസം അവൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് ബൈബിൾ ആദിയിലെ ചരിത്രം. എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ഇതൊക്കെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായി ബൈബിൾ പറയും, അല്ലേ? അതിൽ പറയുന്നത് മനുഷ്യനൊരു ആത്മാവാണ്, നമ്മൾ ആത്മജീവികളാണ്. പക്ഷേ ഒരു ശരീരത്തിലാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ ശരീരത്തിന് ഒരു ലിമിറ്റുണ്ട്, ലിമിറ്റേഷനുണ്ട്. വളരെ ഒരു 70-80 വർഷമൊക്കെ ജീവിക്കുന്നുള്ളൂ തന്നെയാണ് ബൈബിൾ പറയുന്നത്. ചിലർ ദീർഘായുസ് എന്ന് പറയുന്ന ഒരു 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ഈ കാലത്തുണ്ട്. പക്ഷേ എന്നാലും ഒരു ദിവസം മണ്ണിലേക്ക് ശരീരം പോകും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പക്ഷേ ശരീരം മണ്ണിലേക്ക് പോയാൽ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഉള്ളിലുണ്ടായിരുന്ന ഒരു കിളി കൂടിൽ നിന്ന് പറന്നു പോകുന്നത് പോലെ ഈ പറന്നുപോയ ആത്മാവ് എങ്ങോട്ട് പോകുന്നു? ഇവിടെ എങ്ങും അലഞ്ഞിരിഞ്ഞ് നടക്കുമെന്ന് ബൈബിൾ പറയുന്നില്ല. നേരെ പോകുന്നത് ആര് ഈ ജീവൻ തന്നോ ആ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയിട്ട് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ചോദിച്ചാലാണ് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയും, ഒരു ദിവസം ജനിച്ചാൽ തീർച്ചയായിട്ടും ഒരു ദിവസം മരിക്കും. ഒരിക്കൽ ജനിക്കുകയും ഒരിക്കൽ മരിക്കുകയും. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമല്ല ഉള്ളത്. ഒരിക്കൽ മരിക്കുകയും പിന്നീട് ഒരു ന്യായവിധി മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. ഞാൻ ആരും ഭയപ്പെടുത്താൻ പറയില്ല പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. നമ്മളിപ്പം എങ്ങനെ സുഖമായി ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ശരീരത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ സമൃദ്ധി പ്രാപിക്കാം എന്നുള്ളൊരു ഒരു സന്ദേശമല്ല ഇവിടെ കേൾക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കേൾക്കുന്ന സന്ദേശം നമ്മുടെ മരണാനന്തരം നമ്മൾ എവിടെ ചെലവഴിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അതിനുള്ള വഴികൾ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുമ്പോൾ അത് അറിഞ്ഞിട്ട് തീർച്ചയായും നമ്മളെ തന്നെ വഞ്ചിക്കരുത്. ഒരുപക്ഷെ നമ്മൾ അറിയാതിരുന്നെങ്കിൽ നമ്മൾ കുറ്റക്കാരല്ല. പക്ഷേ ഇന്ന് നമുക്ക് അറിയാനൊരു ഭാഗ്യം ദൈവം തരും.
അതാണ് ഞാനിന്ന് ഇതിലൂടെ ഞാൻ പറയുന്നത്. അപ്പം ദൈവപുത്രനായ യേശു ക്രിസ്തു, അവിടെ നമ്മൾ വായിച്ചത് മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റൊന്നിനുമല്ല, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണ് ദൈവപുത്രൻ വന്നത്. മനുഷ്യപുത്രനായ യേശു വന്നത്, മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് യേശു വന്നത് നമ്മളെ തിരഞ്ഞ് രക്ഷിക്കുവാനാണെന്ന് ബൈബിൾ പറയുന്നു. എങ്കിൽ ആരാണ് ഈ കളഞ്ഞു പോയത്? കളഞ്ഞു പോയതിനെയാണല്ലോ, അല്ലെങ്കിൽ കാണാതെ പോയതിനെയാണല്ലോ തിരഞ്ഞു പോകേണ്ടത്. ഇവിടെ ആര് കാണാതെ പോയി? ഇപ്പൊ നിങ്ങളൊക്കെ പറയും, വേറെ ഈ ആര് കാണാതെ പോയ കാര്യമാണ്. ഞങ്ങളാരും കാണാതെ ഒന്നും പോയിട്ടില്ല. വല്ലപ്പോഴും പത്രത്തിൽ കിടക്കുമല്ലേ, കാണാനില്ല, ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ കണ്ടാൽ പോലീസ് സ്റ്റേഷനെ അറിയിക്കണം. അതുപോലെ നമ്മളാരും കാണാതെ പോയിട്ടില്ലല്ലോ. പക്ഷേ ബൈബിൾ പറയുന്നു, യേശുവിനെ അറിയാത്ത ഓരോരുത്തരും ഒരർത്ഥത്തിൽ കാണാതെ പോയവരാണ്. അല്ലെങ്കിൽ ഈ രക്ഷയെ കരസ്ഥമാക്കാത്തവരെല്ലാം തന്നെ കാണാതെ പോയവരാണ്. പക്ഷേ കാണാതെ പോയവരെ അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് വിടാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. ദൈവം അവരെ തേടി വരാൻ തീരുമാനിച്ചു. അങ്ങനെ തേടി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ 2000 കൊല്ലം മുമ്പ് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് താൻ അയച്ചു. ദൈവം മനുഷ്യനായി എന്നൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കാൻ നമുക്ക് നല്ല സുഖമാണ്. പക്ഷേ അതൊന്ന് ചിന്തിച്ചു നോക്കണം. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കൊച്ചു ഉദാഹരണം വേണം ഇങ്ങനെ പറയാം. നിങ്ങൾ സർക്കാർ ഓഫീസിൽ ഒരു 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 സൂപ്രണ്ടാണെന്നിരിക്കട്ടെ. അപ്പം നിങ്ങളുടെ താഴെ ക്ലർക്കന്മാരുണ്ട്, അവിടെ പലതരത്തിലുള്ള ജോലിക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്യൂണന്മാരുണ്ട്. ആ പ്യൂൺ ജോലി മോശം ജോലി എന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ ചായയും കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതെന്നിരിക്കട്ടെ. ഒരു ദിവസം പ്യൂൺ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂപ്പറിൻ്റെ ആ ചായത്തട്ട് കൊടുത്തുകൊണ്ട് ചായക്കടയിൽ പോയി ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും മേശ കൊണ്ടുവയ്ക്കും. കാര്യം അത് സൂപ്പറിൻ്റെ ജോലിയല്ല. പ്യൂൺ വന്നില്ലെങ്കിൽ ചായ കുടിക്കില്ല എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ സൂപ്പറിൻ്റെ ഒരിക്കലും പോയി എല്ലാവർക്കും ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കില്ല. ഞാൻ പറഞ്ഞത്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി താണിറങ്ങി ഒരു പണി ചെയ്യാൻ ഇന്ന് മനുഷ്യന് വലിയ പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവം മനുഷ്യനായി. മനുഷ്യൻ വെറും സൃഷ്ടിയാണ്, പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സൃഷ്ടിതാവാണ്. പക്ഷെ ആ സൃഷ്ടിതാവ് സൃഷ്ടിയായി മാറി. ഉദാഹരണം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പം ഇതുവഴി ഒരു ഉറുമ്പ് പോവാണ്, എനിക്ക് ആ ഉറുമ്പിനോടൊരു സന്ദേശം പറയണം, അല്ലെങ്കിൽ ഉറുമ്പിനോട് ബന്ധപ്പെട്ടൊരു കാര്യമൊന്നും അറിയിക്കണം. ഞാൻ എങ്ങനെ അറിയിക്കും? ഞാനിവിടെ ഇരുന്നത് ഉറുമ്പെന്ന് വിളിച്ചാൽ എൻ്റെ ശബ്ദം ഉറുമ്പിന് പിടിക്കാൻ പറ്റത്തില്ല. ഇനി ഞാനൊന്ന് കൈകൊണ്ട് ഉറുമ്പിനെ ഓട്ടം ഒന്ന് നിർത്തി ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഞാനത് വിരലുകൊണ്ട് പതുക്കാൻ ഉറുമ്പിനെ തൊട്ടാൽ ഉറുമ്പ് ചത്തു. അപ്പൊ ചുരുക്കി പറഞ്ഞ ഉറുമ്പിനോടൊരു സന്ദേശം ഞാൻ എങ്ങനെ പറയും? ഉറുമ്പുമായിട്ട് ഒരു ബന്ധം ഞാൻ എങ്ങനെ സ്ഥാപിക്കും? ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ ഈ മനുഷ്യാവതാരം വിട്ടിട്ട് ഉറുമ്പാണ്. എന്നിട്ട് ആ ഉറുമ്പിന്റെ കൂടെ പോയിട്ട് ഹലോ എന്ന് വിളിച്ചാൽ ഉറുമ്പിന് മനസ്സിലാവും, കാര്യം മറ്റേ ഉറുമ്പാണ് വിളിക്കുന്നത്. ഇതുപോലെ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് സംസാരിച്ചാൽ പറ്റത്തില്ല. ഒരു മനുഷ്യനായിട്ട് വന്ന് നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം മനസ്സിലാക്കി നമ്മുടെ കൂടെ ഉണ്ടുറങ്ങി അല്ലേ? അങ്ങനെയാണ് യേശു. അവൻ എന്ത് ചെയ്തു? കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെ യേശു മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്നു. ഞാൻ നിങ്ങളിന്ന് കടന്നു പോകുന്ന സകല കഷ്ടങ്ങളും പ്രയാസങ്ങളും അവനും അനുഭവിച്ചത് തന്നെയാണ്. ഒടുവിൽ ഏറ്റവും ക്രൂരമായ ഒരു മരണമാണ്, കുരിശിൽ തനിക്ക് മരിക്കേണ്ടി വന്നു. പക്ഷെ അത് ആർക്കു വേണ്ടി മരിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ആരെ തെരഞ്ഞു വന്നോ അവരെ രക്ഷിക്കണമെങ്കിൽ ആ മരണം അനിവാര്യമായിരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പം അതിന് ചെറിയ നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഒരു ഭാഗം ഞാൻ വായിക്കാം. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ വായിച്ചു പോകുമ്പോൾ അവിടെ ഒരു 3 ഉപമകൾ. യേശു ക്രിസ്തുവിന് മുമ്പിൽ ആൾക്കാർ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തു വലിയ പ്രസംഗം പ്രസംഗിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ തൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും കൊച്ചു കൊച്ചു കഥകളായി ആ താൻ പറയുന്ന വിഷയം അവിടെ ഇരിക്കുന്നവർക്ക് നല്ലവണ്ണം മനസ്സിലാകുന്ന രീതിയിൽ താൻ വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ ഇരിക്കുന്നതിൽ ഏകദേശം ഒരു 35% ആൾക്കാർ കുട്ടികളാണ്. അതിവിടെ ഇരിക്കുന്ന വൃക്കം നല്ല പൈമാരെ പിരിപ്പുണ്ട്, പെൺകുഞ്ഞുങ്ങൾ പിരിപ്പുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ മനസ്സിലാകുന്ന രീതിയിൽ അതിൽ തീർച്ചയായിട്ടും യേശു സംസാരിക്കുകയുള്ളായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ പലപ്പോഴും താൻ കഥകളിലൂടെ, ഉപമകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അതിൽ താൻ അവിടെ പറഞ്ഞ ചില ഉദാഹരണങ്ങളുണ്ട്. ആദ്യത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് 3-ാം വാക്യം തൊട്ടാണെന്ന് തോന്നുന്നു. ഒരു മനുഷ്യന് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ അല്ലേ? ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99-നെയും മരുഭൂമിയിൽ, വഴിയിലൊന്നുമല്ല, മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തുന്നത് വരെ
നടക്കാതിരിക്കുമോ? ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ്. 100 ആട് ഒരുത്തനുണ്ട്. പെട്ടെന്ന് അവൻ എണ്ണി നോക്കിയപ്പോൾ 1 കാണാനില്ല. അപ്പം അവൻ പെട്ടെന്ന് ആലോചിച്ച് തിരക്കി ഏതാണ് ഈ കാണാതെ പോയത്. നോക്കിയപ്പം അത് പോണ്ട കേസ് തന്നെ. കാര്യം അത് ആദ്യം മുതലേ സ്വപ്പം ഇടത്തൂടെയാണ്. പറഞ്ഞാൽ കേൾക്കൂല. ഈ പറഞ്ഞ പോലെ പറഞ്ഞാൽ കേൾക്കാത്ത ആടാണെന്നുണ്ടെങ്കിൽ ഞാനാണ് ഇടയെന്ന് വിചാരിച്ച് പോയെങ്കിൽ പോയി. കാര്യം ഒന്നുമില്ല, ബാക്കി ആടുകളെങ്കിലും മര്യാദയ്ക്ക് പോകല്ലേ. കാര്യം ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റേനെ കൂടെ വഴിതെറ്റിക്കും. ഒന്നങ്ങ് പോയി. ഇനി പോകുന്ന വഴിക്ക് ഒരാട് കൂട്ടിയിട്ടാൽ മതി, വീണ്ടും 100ആയി. അല്ലെങ്കിൽ ഇവിടെ ശതമാനക്കണക്ക് വെച്ച് നോക്കിയാൽ നഷ്ടം വെറും 1% ഉള്ളൂ അല്ലേ? 1% നഷ്ടം ഇന്നും നമുക്കൊന്നും വലിയ നഷ്ടമൊന്നുമല്ല അല്ലേ? 100 മാർക്കിൽ 1 മാർക്ക് കുറഞ്ഞു, 99 കിട്ടിയുള്ളൂ. അവനെ നിനക്ക് വലിയ സങ്കടം വരുമോ? ഇല്ല, 99 കിട്ടിയല്ലോ, 1 മാർക്കല്ലേ പോയുള്ളൂ അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ 1% നഷ്ടം വലിയ നഷ്ടമല്ല. പക്ഷെ എൻ്റെ ദൈവത്തിന് ആ 1% വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് ആ 1 തിരക്കി അതിനെ കണ്ടെത്തുന്നത് വരെ അവൻ അന്വേഷിച്ചു പോകും. ഒരു പക്ഷേ കണ്ടെത്തി. അവിടെ കണ്ടെത്തുമ്പം എങ്ങനെയാണ് ആ ഇടയൻ പ്രതികരിക്കുന്നത്? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ആദ്യം കണ്ടുകിട്ടിയാൽ ആ ഇടയൻ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മളാണെങ്കിൽ ഈ പറഞ്ഞാൽ കേൾക്കാതെ ഇറങ്ങിപ്പോയി നമ്മളെ കഷ്ടപ്പെടുത്തി, നമ്മൾ ദാണ്ട് ആകെ ടെൻഷൻ അടിച്ച് നടന്ന് ആലഞ്ഞ് ഓട്ടോ പിടിച്ച് തിരക്കി അല്ലേ? ഇങ്ങനെ കഷ്ടപ്പെടുമ്പം എന്നിട്ട് കണ്ടുകിട്ടിയാൽ ആദ്യം ചെയ്യുന്ന കയ്യിരിക്കുന്ന അടി കൊണ്ട് എൻ്റെ അരിശം തീരുന്നവരെ അടിക്കും. ശരിയല്ലേ? ഈ ഒരുപക്ഷെ നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അടിച്ചില്ലെങ്കിൽ വായു വന്ന തെറി മുഴുവൻ നമ്മുടെ അരിശം മുഴുവൻ ദേഷ്യപ്പെട്ടെങ്കിലും തീർക്കും അല്ലേ? അല്ലെങ്കിൽ നീ എവിടെ ആയിരുന്നു എന്നുള്ള വിശദീകരണം ചോദിച്ച് അല്ലേ എന്തെങ്കിലുമൊക്കെ ശിക്ഷ നമ്മൾ കൊടുക്കും. പക്ഷെ എൻ്റെ ദൈവം കാണാതെ പോയതിനെ കണ്ടു കിട്ടുമ്പം അവിടെ ഒരു വിശദീകരണവും ചോദിക്കുന്നില്ല. അവിടെ മാപ്പെഴുതി തരണമെന്നോ ഇനി കാണാതെ പോവില്ല എന്ന് എഴുതി തരണമെന്നോ ഒന്നും പറയുന്നില്ല. ആദ്യം സന്തോഷിക്കുന്നു. ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ ദൈവം മാത്രമല്ല സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. സന്തോഷിച്ച് ചുമലിലെടുത്ത് നോക്കണേ. എന്ത് ഇതിന് അസുഖമുണ്ട് ആടിന്? അത് കുഞ്ഞാടാണ്. ഇത് കുഞ്ഞാടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ആടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മുടെ തിരുവനന്തപുരം പാഴ് ഈ കിളട്ട ആടിനെ ചുമലിലെടുത്ത് അല്ലേ? നമ്മളെ ചുമലിലെടുക്കാൻ ഇഷ്ടമുള്ള ദൈവമാണ്. ഇന്ന് നമ്മുടെ ഇന്നത്തെ കാലത്ത് അമ്മമാർക്ക് അപ്പന്മാർക്കും പോലെ ചുവടുകാട് മനസ്സുമില്ല, പലപ്പോഴും അതിനുള്ള ആരോഗ്യമില്ല. പക്ഷെ എൻ്റെ ദൈവം നമ്മളെ ചുമലിലെടുക്കുന്ന ദൈവമാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നരയ്ക്കുവോളം നിന്നെ ഞാൻ ചുമക്കും അല്ലേ? ഇന്ന് പ്രായമുള്ളവരെ നരച്ചു കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ഇന്ന് ഏത് വീട്ടിൽ ചെന്നാലും അവിടെ ആർക്കും വേണ്ടാതുള്ള ആൾക്കാരാണ്. ഒരു ഐറ്റമാണ് എന്താണ്? നരച്ചവരെ വേണ്ട. നമ്മുടെ വീട്ടിൽ ആർക്കും വേണ്ടാത്ത കുറേ ഐറ്റങ്ങൾ കാണും അല്ലേ? എത്ര വീട് മാറിയാലും അതിങ്ങനെ കൊണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കും. ഈ കൂട്ടത്തിൽ ഒരു അപ്പനും അമ്മയും കൂടെ ഉണ്ട് പലപ്പോഴും അല്ലേ? ആർക്കും വേണ്ടാത്ത 2 ഐറ്റമാണ് ഈ പ്രായമുള്ളവർ ഇപ്പം വന്ന്. പക്ഷെ എൻ്റെ ദൈവം പറയുന്നു, അല്ല, വാർദ്ധക്യവും നരയുള്ള കാലത്തോളം നീ എന്നെ തള്ളിക്കളയുകയില്ല, നരയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ എഴുതിയിരിക്കുന്നത് സന്തോഷിച്ച് ആ ആടിനെ ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ആ ആടിനെ കണ്ടുകിട്ടിയതിൽ അങ്ങ് സ്വകാര്യമായിട്ട് അങ്ങ് സന്തോഷിച്ചങ്ങ് വിടുകയല്ല, ആ സന്തോഷം താനങ്ങ് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ് ഇല്ലേ? എല്ലാവരെയും വിളിച്ചു പറയണേ, നാണം കെടുത്താനല്ല പറയുന്നത്, സന്തോഷം അങ്ങ് പങ്കുവെക്കുകയാണ്. ഓ, എനിക്ക് സന്തോഷം വന്നിട്ടിരിക്കാൻ വയ്യേ എന്നൊരു പരസ്യം കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ആട്ടിടയിൽ ഇപ്പൊ സന്തോഷം വന്നിട്ടിരിക്കാൻ വയ്യ. എന്താണ് ഇത്ര വലിയ സംഭവം? ഒരാടിനെ കാണാൻ നമ്മൾ പറയിച്ചേ, ഒരാടിനെ കാണാതെ പോയത് വലിയ ആനക്കാര്യം. അതെ, എനിക്ക് നിങ്ങൾക്കും ഒരു പക്ഷെ വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ എൻ്റെ ദൈവത്തിന് കാണാതെ പോയ ഓരോ മനുഷ്യരും, ഈ ഭൂമിയിൽ ജനിച്ച അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാൻ തന്നെയാണ് മനുഷ്യപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്നിട്ട് എല്ലാവരെയും ആൾക്കാരെ വിളിച്ചുകൂട്ടി എന്തു പറയും? എന്നോടുകൂടെ സന്തോഷിക്കുകയും. നോക്കണേ, ആ സന്തോഷം തന്നിൽ മാത്രം അടക്കി നിർത്തുകയില്ല, എന്നോടൊപ്പം വന്ന് എല്ലാവരും സന്തോഷിക്കുക. കാര്യം എന്താ? കാണാതെ പോയ ഉറക്കമായി
അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ആ ആട്ടിടയന്റെ സന്തോഷം പറഞ്ഞിട്ട് പിന്നീട് പെട്ടെന്ന് പറയുകയാണ്, ആട്ടിടയനല്ല സന്തോഷിക്കുന്നത്, സ്വർഗം മുഴുവൻ സന്തോഷിക്കുകയാണ്. ആരെക്കുറിച്ചാണ് സ്വർഗം സന്തോഷിക്കുന്നത്? കാണാതെ പോയ ഒരു ആട് അല്ലെങ്കിൽ കാണാതെ പോയ ഒരു ഭാവി മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. അതേസമയം മാനസാന്തരം വേണ്ടാത്ത 99 വേറെയുണ്ട്. അതല്ല ഇവിടെ വിഷയം. കാണാതെ പോയ ഒന്നാണ് വിഷയം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വായിച്ചത്, കാണാതെ പോയതിനെ തെരഞ്ഞ് രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നത്. ലൂക്കോസ് 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ മറ്റൊരു കഥ പറയുന്നു. അതൊന്ന് വായിക്കാം. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ പുത്രന്മാരുണ്ടായിരുന്നു. യേശു പറയുന്ന കഥകളൊക്കെ വളരെ സിമ്പിൾ കഥകളാണ്. ഒരു വീട്ടിൽ 2 മക്കളുണ്ടായിരുന്നു. അത് നമുക്കൊക്കെ മനസ്സിലാവാൻ പറഞ്ഞു അല്ലേ? നമ്മുടെ വീടുകളിൽ ഇന്ന് പണ്ടൊക്കെ ഇഷ്ടംപോലെ മക്കളുണ്ടായിരുന്നു. പിന്നെ വന്നത് 3 ആയി, പിന്നെ ഇപ്പൊ 2 ആയി, ഇപ്പൊ 1 ആയി അല്ലേ? ഒരു വീട്ടിൽ 2 മക്കളുണ്ടായിരുന്നു. ശരി, 2 ആൺമക്കളാണ്. അടുത്തത്, അവരിൽ ഇളയവൻ അപ്പനോട്, അതിൽ ഇളയവൻ ഒരു ദിവസം അപ്പനോട് ഒരു കാര്യം പറഞ്ഞു, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. വസ്തു ഈ അന്നത്തെ ആ രീതി അനുസരിച്ച് ഒരപ്പൻ മരിച്ചാൽ മാത്രമേ വസ്തു വീതിച്ചെടുക്കുകയുള്ളൂ. ഈ അപ്പൻ ഈ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും വന്ന് വസ്തു പങ്കിട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഈ മകൻ വന്ന് ചോദിച്ചതിന്റെ ഒരർത്ഥം, ഞാൻ നിന്നെ മരിച്ചവനായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നിനക്കിപ്പോ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, എന്ന് ചാവുമെന്ന് എനിക്ക് വലിയ ഗ്യാരണ്ടി ഇല്ല. എനിക്ക് നീ ചാവുന്നവരെ ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം നീ ചത്തു. ഒരു കാര്യം ചെയ്യും, നീ ചത്തിട്ട് നിന്റെ വസ്തു തരുന്നതിനേക്കാളും ഇപ്പൊ അങ്ങ് തരാൻ പറ്റും. അപ്പനൊന്നും പറഞ്ഞില്ല. നോക്കണേ, അപ്പൻ ഉടനെ എന്ത് ചെയ്തു? വസ്തു പങ്കിട്ട് ഇവനുള്ള വീതം അങ്ങ് കൊടുത്തു. ഇതൊന്നും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം ഒരു ജെന്റിൽമാനാണ്, ഒരു മാന്യനാണ്. നമ്മുടെ ഫ്രീ വിൽ, നമ്മുടെ സ്വയ ഇഷ്ടങ്ങളുണ്ടല്ലോ. എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ എനിക്ക് പോയി ചെയ്യാം. അതിൽ ഒരിക്കലും ദൈവം തലയിടുന്നില്ല, അത് ഓർത്തോണം അല്ലേ? തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഒരു നാളും ദൈവം കയറി കൈകടത്തുന്നില്ല. ഇത് നമ്മളാണെങ്കിൽ നമ്മുടെ മക്കളുടെ തീരുമാനങ്ങളിൽ പോലും എന്തുമാത്രം അപ്പനമ്മമാർ കൈകടത്തുന്നു. പക്ഷെ എൻ്റെ ദൈവം ഒരു മാന്യനാണ്. ഒരിക്കലും ഒരുത്തിന് പാപം ചെയ്യണമെന്ന് തോന്നിയാൽ അവന് പോയി ചെയ്യാം അല്ലേ? അവൻ്റെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവം ചില വാണിംഗ് ഒക്കെ കൊടുക്കും, അത് ശരിയാണ്. പക്ഷേ ഒടുവിൽ അത് ചെയ്യണോ വേണ്ടോ തീരുമാനം അവന് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുത്തനെ രക്ഷിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനവും അവനെടുക്കാം. അപ്പൊ നോക്കിയേ, അവൻ എന്ന് പറയാണ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എനിക്ക് വസ്തു വേണം, ഞാൻ അവിടെ നിന്ന് പോവുകയാണ്, എനിക്ക് നിന്റെ കീഴിൽ ഇരിക്കാൻ വയ്യ. നീ അപ്പനൊക്കെ തന്നെ ശരിയാണ്, ഇത്ര നാളെ നീ എന്നെ വളർത്തി, അതൊക്കെ ശരി. പക്ഷെ ഇപ്പം ഞാൻ വലുതായി, എനിക്ക് ബുദ്ധിയുണ്ട്. നിങ്ങൾ പഴയ ഓൾഡ് ജനറേഷനാണ്, ഞാൻ ഇപ്പം ന്യൂ ജനറേഷനാണ്. അപ്പം എനിക്ക് പോകുന്ന ബിസിനസ്സൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ചൊന്ന് ജീവിക്കണം. അതിന് ഇവിടെ ആവാൻ പറ്റില്ല. അപ്പം എനിക്ക് ഒരാളുടെ വീതം ഒന്ന് കിട്ടിയാൽ ഞാൻ പൊയ്ക്കോളാം. അടുത്ത വാക്യം. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഇവൻ ഈ വസ്തു വിറ്റ് കൊടുത്തപ്പോ എന്ത് ചെയ്തു? അവൻ എല്ലാം പണമാക്കി നേരെ എന്ത് ചെയ്തു? ദൂരദേശത്തേക്ക് പോയി. അതിന്റെ അർത്ഥം ഈ പിതാവിന്റെ കൺവട്ടത്തോ ആ വീട്ടിലോ ഇനി ഇരിക്കാൻ ഇഷ്ടമില്ല. അവനെ സംബന്ധിച്ചോളം ഈ വീട് പിതാവും അവനൊന്നുമല്ല, അവന് ദൂരേക്ക് പോകണം. നമ്മുടെ പ്രശ്നം ഇതാണ് അല്ലേ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി എല്ലാ ദിവസവും അവരോടൊപ്പം ചേർന്ന് നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു സഹവാസം, നല്ലൊരു സ്നേഹത്തിന്റെ ഊഷ്മളമായ ഒരു അന്തരീക്ഷമാണ് ആദിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ മനുഷ്യൻ പാപം ചെയ്ത് എന്ത് ചെയ്തു? അത് വിട്ട് കളഞ്ഞു. ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തു? ദൂരെ പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് പാപം ചെയ്ത് ദൂരെ പോയ, അല്ലെങ്കിൽ ദൂരത്താക്കി എന്ന് വേണേൽ പറയാം അല്ലേ? ദൂരത്തേക്ക് പോയ മനുഷ്യനെ ഇന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് ദൈവം ഈ അന്വേഷിച്ചു വന്നിരിക്കുന്നത്. നല്ലോണം ഓർക്കണം, പാപം ചെയ്ത് ആദാമിനെ പോയി ഇറക്കി വിട്ടു. പക്ഷേ അതേ ദൈവം തന്റെ പുത്രനെ അയച്ചെന്ത് ചെയ്യുന്നു? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിച്ച് വീണ്ടും ആലയിലേക്ക്, ആട്ടുംകൂട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ മകൻ പറയാണ്, എനിക്ക് വീട്ടിലിരിക്കണ്ട, എനിക്ക് അപ്പന്റെ മകനായിട്ടിരിക്കണ്ട, എൻ്റെ സ്വത്ത് തന്നാൽ മതി. അവനെല്ലാം സ്വരൂപിച്ചു കൂട്ടി അവൻ ദൂരദേശത്തേക്ക് പോയി. പോയിട്ട് അവൻ എന്ത് ചെയ്തു?
അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു ഇതാണ് കുഴപ്പം. ഈ അപ്പന്റെ വീട്ടിലായിരുന്നപ്പോ ഈ ദുർനടപ്പ് വലുതായിട്ട് പറ്റൂല. അപ്പന്റെ ഒരു കണ്ണുണ്ട്, അപ്പന്റെ ഒരു നോട്ടം അവിടെയുണ്ട്. പക്ഷെ ഇപ്പം ദൂരോട്ട് പോയപ്പോ ഇവനെ നിയന്ത്രിക്കാൻ ആരുമില്ല, ഇവനെ വിലക്കാൻ ആരുമില്ല, ഇവനെ ഉപദേശിക്കാൻ ആരുമില്ല, ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, അല്ലേ? ഇവന് നല്ല സ്വാതന്ത്ര്യമാണ്. ഈ നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ നന്നായിട്ട് വളരും. ഒന്ന് എവിടെയെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൂരോട്ട് വിടട്ടെ, അപ്പോൾ അതൊക്കെ പരിപാടിയിൽ തുടങ്ങും, അല്ലേ? അത് സാധാരണ ഒരു രീതിയാണ്. ഇതുപോലെ ഇവൻ അപ്പന്റെ വീട് വിട്ട് ദൂരെ പോയപ്പം ആദ്യം അവൻ ദുർനടപ്പുകാരനായിട്ട് അങ്ങ് മാറി, അല്ലേ? അവരുടെ ചീത്ത സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു. അടുത്തത് ജീവിച്ചു വസ്തു നാനാവിധമാക്കി. ഈ കൊണ്ടുപോയ വസ്തു അല്ലെങ്കിൽ ഈ കൊണ്ടുപോയ വസ്തു എന്ന് പറഞ്ഞാൽ വസ്തു ഗുണമാക്കിയാണല്ലോ കൊണ്ടുപോയത്. അത് മുഴുവൻ അവൻ എന്ത് ചെയ്തു? നാനാവിധമാക്കി. അടുത്തത് എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ അവൻ എങ്ങനെ ഈ വസ്തു ഈ പണം ചെലവാക്കിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാലോ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആര് സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ കാണും? കൂട്ടുകാർ. അവനെ സംബന്ധിച്ചോളം ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് എത്രയും പെട്ടെന്ന് പൈസ അങ്ങ് തീർത്തു കൊടുത്തു, അല്ലേ? അവസാനം അവന്റെ കയ്യിരിക്കുന്ന അവസാന പൈസയും ചെലവഴിച്ച് തീർന്നു. കൂട്ടുകാരും ഇല്ല, ആരുമില്ല. ഇടിവെട്ടിയുടെ തലേ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ അവന്റെ കയ്യിരിക്കുന്ന പൈസ തീരാനും ആ ദേശത്തൊരു ക്ഷാമവും കൂടെ വന്നു. നോക്കണേ, പൈസ ഉള്ളവനെ ഇനിയിപ്പം ഫുഡ് കിട്ടൂല, കാര്യം അവിടെ ക്ഷാമമാണ്. ഈ അവസ്ഥയിൽ അവൻ ചെന്നുപെട്ടു. അവന്റെ കയ്യിലുള്ള പൈസയും തീർന്നു, ആ ദേശത്ത് ക്ഷാമവും വന്നു. അടുത്തത് അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവിടെ ന്യായമായിട്ടും അവൻ എന്ത് ചെയ്യണം? ഇനി ജോലിയെങ്കിലും ചെയ്ത് ജീവിക്കണം, ഭക്ഷണം കഴിക്കണ്ടേ? അവൻ അവിടെ ചെന്നൊരു മുതലാളിയെടുത്ത് പണി ചോദിച്ചു. ശരി, ആ മുതലാളി ഒരു പണി കൊടുത്തു. എന്താണ് പണി കൊടുത്തത്? അവനെ തന്റെ വയലിൽ പന്നികളെ വയലിൽ ഈ പറഞ്ഞ കൃഷി ചെയ്യാൻ വിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. പക്ഷെ അവന്റെ വയലിൽ ഈ പറഞ്ഞ വേറെ കൃഷിക്കാരൊക്കെ ഉണ്ടായിരിക്കും, അവന് പലതരം കൃഷികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ പ്രശ്നം, അവന് കുറച്ച് പന്നികളുണ്ടായിരുന്നു. അത് മേയ്ക്കാൻ ഒരുത്തനെ വേണമായിരുന്നു. അതിന് നോക്കിയിരുന്നപ്പോഴാണ് ഇവൻ ചെന്ന് ജോലി ചെയ്യും. സാറേ, വിശക്കുന്ന എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണം, എന്തെങ്കിലും ജോലി ഞാൻ ചെയ്തോളാം. ശരി, അവിടെ കുറച്ച് പന്നികൾ കൊണ്ടുപോയി നോക്കാൻ പറയും. ഇദ്ദേഹം പന്നികളെ നോക്കുന്നത്, പന്നികളെ നോക്കുന്ന ജോലി മോശം ജോലിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഈ ലോകത്ത് എന്ത് ജോലി ചെയ്താലും അതിന് മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ, അല്ലേ? പക്ഷെ അന്നത്തെ കാലത്ത് ഒരു പന്നികളെ മേയ്ക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു താണ ജോലിയായിട്ട് കണ്ടിരുന്നു. അത് അന്നത്തെ ആൾക്കാർക്ക് അത് കേട്ടപ്പോൾ മനസ്സിലായി. ശരി, അങ്ങനെ പന്നികളെ നോക്കുന്ന ജോലിയിൽ അപ്പോയിന്റ്മെന്റ് കിട്ടി. ഇദ്ദേഹം പോയി. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അവിടെ ചെന്നപ്പോ നമ്മളൊക്കെ, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? നമ്മളൊക്കെ ജോലി എന്തിനാണ്? ശമ്പളത്തിന്. എന്തിനാണ് ഈ ശമ്പളം? ശമ്പളം കൊണ്ട് നമ്മൾ ആദ്യം മേടിക്കുന്നത് എന്താണ്? മൊബൈലോ? അല്ലല്ലോ. നമ്മൾ ആദ്യം റേഷൻ വാങ്ങിച്ച് പച്ചരി വാങ്ങിക്കാനാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്, അല്ലേ? അപ്പൊ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം അവന്റെ ഭക്ഷണം, അല്ലേ? അവന്റെ റൊട്ടി ആണ് അവന്റെ അടിസ്ഥാന ആവശ്യം, അല്ലേ? അവന്റെ റൊട്ടി, അവന്റെ കപ്പട, അവന്റെ പണ്ടൊരു ഹിന്ദി സിനിമ വന്നു, റൊട്ടി കപ്പട. ഇതുപോലെ ഭക്ഷണം, വസ്ത്രം, ഒരു പാർപ്പിടം, ഇത് മൂന്നുമുണ്ട്. ഇതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആവശ്യം. അതിലാദ്യം അവന് ഭക്ഷണം വേണം. എവിടെ ജോലി ചെയ്താലും നമ്മൾ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യം ഭക്ഷണം കഴിക്കണം. അപ്പൊ അവൻ നോക്കണേ, അവിടെ ക്ഷാമമായതുകൊണ്ട് അവൻ വലിയ ഭക്ഷണം, അവൻ നല്ല സദ്യ ഒന്നും പ്രതീക്ഷിച്ചില്ല. എന്തിനു പറഞ്ഞാൽ അവൻ ഗോതമ്പ് ദോശ ഒന്നും പ്രതീക്ഷിച്ചില്ല. അവൻ അവസാനം ആ കൂടെ പ്രതീക്ഷിച്ചത് ഈ പന്നി തിന്നുന്ന ഭക്ഷണമുണ്ട്. വാളവര എന്ന് പറഞ്ഞാൽ ഒരുതരം ഒരു വലിയ ചെടി, നമ്മുടെ ഈ പശുവിനെ കൊടുക്കുന്ന വലിയ പുല്ല് വെട്ടിക്കൊണ്ടുപോയി കൊടുക്കുമല്ലോ, അതുപോലെയുള്ള അത് ഉണക്കിയിട്ടാണ് ഈ പന്നി കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു മനസ്സിലാവുന്ന ഭാഷ പറയും, തവിടെന്ന് പറയും, അല്ലേ? പന്നി തിന്നുന്ന ഒരു തവിട് കൊണ്ട് തട്ടി കൊടുക്കും, അത് പന്നി എല്ലാം കൂടെ തിന്നും. അപ്പൊ ഇവൻ പറയാണ്, ഞാൻ ആ പന്നി തിന്നുന്ന തവിട് തിന്നോളാം എന്നാണ് അവൻ പറയുന്നത്. അതിന്റെ അർത്ഥം അവന്റെ ഡിമാൻഡ് വളരെ ന്യായമാണ്. കാരണം ഒന്നാമത് ക്ഷാമമാണ്. ഈ പന്നി തിന്നുന്ന ഭക്ഷണത്തിന് അല്പം ഞാൻ തിന്നോളാം. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതുപോലും അവൻ ആരും കൊടുത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അവൻ ആരാ കൊടുക്കേണ്ടി? ഈ മുതലാളി കൊടുത്തോ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, അവിടെ ഒന്നാമത് പന്നിക്കേതകണില്ല. ഇതുകൊണ്ട് തട്ടുമ്പോഴത്തേക്കും നമ്മൾ മൃഗശാലയിൽ പോയാൽ അറിയാം, ഈ മാനൊക്കെ നിൽക്കുന്ന വലിയ കൂടുണ്ടല്ലോ, ഈ ഓപ്പൺ ആയിരിക്കുന്നത്. അവിടെ ചില സമയത്ത് രാവിലെ ഈ പണിക്കാർ വന്നിട്ട് ഇതിന്റെ ഭക്ഷണം കൊണ്ട് തട്ടിക്കൊടുക്കും. അതങ്ങോട്ട് തട്ടുന്ന മൃഗങ്ങളെല്ലാം കൊണ്ട് നേടി. കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണേ, ശബ്ദം ഓക്കെ. എല്ലാം മൃഗങ്ങൾ കൊടുക്കുന്നതിന് ഇടിയോടാണ്, അല്ലേ? അപ്പൊ അവിടെ പന്നികളാണോ കൊടുക്കാത്തത്, അതോ ഇവനെ പോലെ വേറെയും കുറെ പണിക്കാരോടുണ്ടായിരുന്നിരിക്കും? ആരാണെന്ന് അറിഞ്ഞത്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഈ ജോലി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. കാര്യം പന്നി തിന്നുന്ന ഭക്ഷണം പോലും കിട്ടാത്ത രീതിയാണ്. അടുത്തത്, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ നോക്കണേ, അപ്പോഴൊരു വാക്യം എന്താണെന്നറിയാമോ? ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ.
അവിടെ രീതിയിൽ വാക്യം ശ്രദ്ധിക്കുന്നേ. അപ്പോൾ അവൻ എന്തു വന്നു? അപ്പോഴെന്റെ ഒരു ചോദ്യം, ഇതുവരെ അവൻ ഇല്ലായിരുന്നൊരു സാധനം എന്താണ്? ഈ അപ്പൻ്റെ അടുത്തൊന്ന് വീതം വേണമെന്ന് പറഞ്ഞപ്പോഴും ആ വീതം എല്ലാം കൂടെ സ്വരൂപിച്ച് പണമാക്കിയപ്പോഴും അതും കൊണ്ട് ഒരു വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി അവൻ പോയപ്പോഴും അവിടെ ചെന്ന് കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചപ്പോഴും അവസാനം പട്ടിണിയായി ക്ഷാമമായി ഒരു ജോലി ചെന്നൊരു മൂലാളത്തിൽ ചോദിച്ചപ്പോഴും പന്നിയെ മേയ്ക്കുന്ന ജോലിയിലേക്ക് പോയപ്പോഴും അവിടെ ചെന്ന് പന്നിയുടെ ഭക്ഷണമെങ്കിലും മതിയെന്ന് ചിന്തിച്ചിരുന്നിട്ട് അതും കിട്ടാതായപ്പം അവൻ അവിടെ കുത്തിയിരുന്നു. വിശന്നുകൊണ്ട് അവൻ അരകിച്ച് അവിടെ കുത്തിയിരുന്ന് തല കൈ വെച്ചിരുന്നതാണ്. അപ്പോഴവൻ എന്തു വന്നു? നമ്മൾ മനുഷ്യർക്ക് സുബോധം വരണമെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥ ദൈവം അനുവദിക്കും. ആരെ ഓർക്കുന്നു? അപ്പൻ. ഇത്രയും നാളിന് വേണ്ട. ഈ കൂട്ടുകാരോട് അടിച്ചു പൊളിച്ചപ്പോൾ അവൻ അപ്പനെ വേണമായിരുന്നു. ഈ പണവും കൊണ്ട് അവൻ പോയ പോക്ക് ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴവൻ അപ്പനെ വേണമായിരുന്നു. വേണ്ട, ഈ അപ്പനെ വിട്ടുപോകാനായിരുന്നു അവന് ഇഷ്ടം. പക്ഷേ അവന് സുബോധം വന്നപ്പോൾ ആദ്യം അവൻ ചിന്തിച്ചത് ആരെ പറ്റിയാണ്? അപ്പനെ പറ്റി. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ അപ്പൻ. അടുത്തത് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ. അപ്പൊ അവൻ ഓർമ്മ വരുന്ന സാധിക്കാൻ സുബോധം വന്നപ്പോൾ അവൻ്റെ ഓർമ്മ വരുന്ന കാര്യം കണ്ടോ? ഒന്ന്, എൻ്റെ അപ്പൻ, എനിക്കൊരു അപ്പനുണ്ട്. രണ്ട്, എനിക്കൊരു വീടുണ്ട്, എൻ്റെ അപ്പൻ്റെ വീട്. അടുത്തത്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ വേലക്കാരുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ അപ്പൻ്റെ വലിയൊരു വീടാണ്, വലിയ പണക്കാരനാണ്. ഇത്തിരി വേലക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലത്തെ വീടാണ്. ഇനി അവിടെ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്. ഇനി ഭക്ഷണം ഉണ്ടെന്നുമല്ല, ഭക്ഷണം അവിടെ ശേഷിപ്പിക്കാൻ. എൻ്റെ അർത്ഥം സമൃദ്ധിയുണ്ട്. കണ്ടോ? അവൻ്റെ സുബോധം വന്നപ്പോൾ ആദ്യം ഓർമ്മ വന്നത് അവൻ്റെ അപ്പൻ, അവൻ്റെ അപ്പൻ്റെ വീട്, അടുത്തത് അപ്പൻ്റെ വീട്ടിലെ സമൃദ്ധി. ഇതാണ് ഈ സുബോധം എന്ന് പറയുന്നത്. നമുക്കും മരണവും ദൈവം ആഗ്രഹിക്കുന്നു. ഈ സുബോധം നമുക്ക് വരുത്തുന്നത് ആരും ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ആ ബോധം തരുന്നത്. അതെപ്പോഴാണ് ബോധം വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് ദൈവം ഉപയോഗിക്കുന്ന ഒരു മുഖാന്തരമാണ് സുവിശേഷം കേൾക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുവിശേഷം, നല്ല വിശേഷമാണ്. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, ഇതൊരു രാഷ്ട്രീയ വിശദീകരണ യോഗമല്ല, ഇതൊരു അനുശോചന യോഗമല്ല, അല്ലേ? ഇതൊരു വാർഡ് യോഗമല്ല. ഇതെന്താണത്? ഇതൊരു സുവിശേഷ യോഗമാണ്. മറ്റെന്ത് പേരെങ്കിലും വിളിച്ചാലും കൊള്ളാം. ഇവിടെ ഒരു നല്ല വിശേഷമാണ് പറയുന്നത്. എന്താണ് ആ നല്ല വിശേഷം? നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ല. നമ്മളിങ്ങനെ പട്ടിണി കിടക്കേണ്ട ആവശ്യം ഇല്ല. നമ്മളിങ്ങനെ അന്യനാട്ടിൽ കിടന്ന് ആരോരും ഇല്ലാത്തവനായിട്ട് വലയേണ്ട ആവശ്യം ഇല്ല. ഈ പന്നിക്കൂട്ടിൽ ഇങ്ങനെ ഒന്ന് കുത്തിയിരിക്കേണ്ട ആവശ്യവും ഇല്ല. ഈ പന്നിക്കൂടെന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, എത്ര വൃത്തികെട്ട സ്ഥലമായിരിക്കും, അല്ലേ? ഈ പന്നിയാണ് ഏറ്റവും വൃത്തികെട്ട സാധനങ്ങളൊക്കെ, അല്ലേ? പന്നി ചെളി ചാടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തമിഴ്നാട്, നമ്മുടെ നാട്ടിൽ ആ കറുത്ത പന്നി ഇല്ല. തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയാൽ അതേ ഉള്ളൂ, അല്ലേ? എവിടെ വൃത്തികേടുണ്ടോ അവിടെ ഈ പന്നി കാണും. അതാണ്, അങ്ങനെയാണത്. അപ്പം ഇന്നും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടിയിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ചാണ്. നമുക്ക് നമ്മുടെ അപ്പൻ്റെ ഭവനം എത്ര മനോഹരമായ സമ്പൽ സമൃദ്ധിയുള്ള ഒരു വീടുള്ളപ്പം എന്തിന് ഞാനിങ്ങനെ പന്നിക്കൂട്ടിയിരിക്കുന്നു? ഈ പന്നികളുടെ വയലിൽ എന്തിന് ഞാനിരിക്കുന്നു എന്ന് അവന് തന്നെത്താൻ ശപിച്ചുകൊണ്ട് തലയിലിങ്ങനെ രണ്ട് അടി അടിച്ചുകൊണ്ട് അവിടെ കുത്തി ഇരുന്നെന്നല്ല പറയുന്നത്. ഇന്ന് പലപ്പോഴും മനുഷ്യര് ഇങ്ങനെ ചിലപ്പോൾ ഒരു ചിന്ത ഇങ്ങനെ വരും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ദൈവത്തോട് തെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് നമ്മൾ വീട് വിട്ടൊക്കെ പോയി കഷ്ടപ്പെടുമ്പം, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മളിങ്ങനെ തലയിലടിച്ചിട്ട് പറയും, എൻ്റെ തലവിധി, എന്നെ രണ്ട് അടി അടിച്ച് എനിക്കിത് വരണം എന്ന് പറഞ്ഞാൽ ഇരിക്കുകയല്ല ചെയ്തത്. അവനൊരു ബോധം വന്നപ്പം അടുത്ത വാക്ക് ഞാൻ എഴുന്നേൽക്കും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പറയപ്പെട്ടെ അവൻ ആ പന്നികളുടെ വയലിൽ, പന്നികളെ മേയ്ക്കുന്ന വേലയിലായിരിക്കുമ്പോൾ ആ വയലിൽ അവനിങ്ങനെ നിരാശപ്പെട്ട് വിശന്ന് ക്ഷീണിച്ച്, അവന് കുറ്റബോധമുണ്ട്, ലജ്ജാബോധമുണ്ട്, അല്ലെ? എല്ലാം ഉണ്ട്. അങ്ങനെ അവൻ ഇരിക്കുമ്പോൾ അവനൊരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയില്ല, ഞാനിങ്ങനെ എന്നെ തന്നെ പഴിച്ചുകൊണ്ടിരിക്കുകയില്ല, ഞാൻ എന്നെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുകയില്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലെ പണ്ടത്തെ കാര്യവും പറഞ്ഞിരിക്കുകയില്ല. ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഇവിടെ നിന്ന് എഴുന്നേൽക്കും. ഐ വിൽ റൈസ്. ഞാൻ എഴുന്നേൽക്കും. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അനേകർക്ക് ഇതെല്ലാം അറിയാം. അവരാ പഴയ കാര്യം ഓർത്ത്, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളെ ഓർത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും കുറ്റബോധത്തിലും പശ്ചാത്തലത്തിലും അങ്ങനെയും അവിടെ കുത്തിയെങ്കിരിക്കും. അവരുടെ ജീവിതം അവിടെ അങ്ങ് കഴിയും. പക്ഷെ അങ്ങനെ കഴിയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ എഴുന്നേറ്റു. എന്നിട്ട് എഴുന്നേൽക്കും, അപ്പന്റെ അടുക്കൽ ചെന്ന് അടുത്തത് അവൻ ഇങ്ങോട്ട് പോവും, അപ്പന്റെ അടുത്തേക്ക് പോവും.
എവിടെ നിന്ന് അവൻ വന്നോ അങ്ങോട്ടേക്ക് അവൻ തിരിച്ചു പോകുന്ന തീരുമാനിച്ചു. അടുത്തത്, അപ്പാ ഞാൻ സ്വർഗത്തോടും. അവിടെ ചെന്നിട്ട് അപ്പനോട് ക്ഷമ ചോദിക്കും. എന്തു പറയും? അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. എന്തിനാണ് അപ്പനോട് പാപം ചെയ്തെന്ന് പറഞ്ഞാൽ പോലെ എന്തിനാണ് സ്വർഗത്തോട്? ഇത് ഓർക്കണം പ്രിയപ്പെട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പാപവും ദൈവത്തിന്റെ ഒരു കൽപ്പന നമ്മൾ ലംഘിക്കുകയാണ്. ശരിയല്ലേ? നമ്മളൊരു കള്ളം പറയുമ്പം ആരോടോ നമ്മൾ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഏതോ ഒരു വിഷയത്തിൽ കള്ളം പറഞ്ഞു. പക്ഷെ ആ കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ആളോട് മാത്രമല്ല പാപം ചെയ്യുന്നത്, ദൈവത്തിന്റെ ഒരു കൽപ്പന ലംഘിച്ചു. എന്താണ്? കള്ളം പറയരുത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു. അടുത്തത്, ഇനി നിന്റെ മകനെന്ന് വിളിക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. അത് ഞാൻ കളഞ്ഞു വിളിച്ചു. അതെന്റെ കുറ്റം തന്നെ. അതിന് വേറെ ആരും ഉത്തരവാദില്ല, എന്റെ മാത്രം പിഴയാണ്. അടുത്തത്, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ഒരു വരം ചെയ്യുവപ്പ, ഇനി എന്നെ മകനെന്ന് വിളിക്കണ്ട, ഇനി എന്നെ മകനെന്നുള്ള പദവിയിലൂടെ എന്നെ തിരിച്ചെടുക്കണ്ട. അല്ലേ? ഇവിടെ ഒത്തിരി കൂലിക്കാരുണ്ടല്ലോ, അതിലൊരു വേലക്കാരനായിട്ട് എന്നെ എടുക്കുവോ? പ്രശ്നം. നമ്മൾ ഓരോ ഓട്ടവും തീരുമാനം എടുക്കും. ഓരോ കൺവെൻഷന് പോയി എന്ത് ചെയ്യും? തീരുമാനം എടുക്കും, എഴുന്നേറ്റിരിക്കും, മുന്നോട്ട് വരും, പ്രാർത്ഥിപ്പിക്കും. ഇല്ലേ? ഇതൊക്കെ നമ്മളും ചെയ്യും. ചിലപ്പോൾ കാർഡും പൂരിപ്പിക്കും. ഇന്ന് മുതൽ ഞാൻ നന്നായിക്കോളാം, ഇനി ഞാൻ നന്നായിട്ടൊക്കെ ജീവിച്ചോളാം, ഇനി ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ തീരുമാനം എടുക്കുന്ന മറ്റൊരു ദിവസമാണ്. എന്നാണെന്നറിയാമോ? ഡിസംബർ 31-ാം തീയതി പുതിയ വർഷം തുടങ്ങുന്നതിന്റെ അന്ന് എല്ലാവരും ഭയങ്കര തീരുമാനം എടുക്കുവാണ്. ഞാൻ ഈ 1-ാം തീയതി തൊട്ട് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും? എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസവും ബൈബിള് ഒരു അധ്യായമെങ്കിലും വായിക്കും. ഞാൻ കൃത്യമായിട്ട് പള്ളി മുടങ്ങാതെ പോകും. ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും? അത് ഈ വിധി ചെയ്യും. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ 1-ാം തീയതി എടുത്ത തീരുമാനം ഒരു 10-ാം തീയതി വരെയെങ്കിലും കൊണ്ടുപോയാലുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാമോ? കൈവക്കണ്ട. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രശ്നം നമ്മൾ തീരുമാനം എടുക്കാത്തതല്ല. തീരുമാനം എടുത്തതിൽ റെക്കോർഡ് സ്ഥാപിച്ചവർ ഇവിടെ ഒത്തിരി പേരുണ്ടായിരിക്കും നമ്മൾ തന്നെ. പക്ഷേ ഈ തീരുമാനത്തിൽ നമുക്ക് നിലനിൽക്കാനോ നടപ്പിലാക്കാനോ പറ്റുന്നില്ല. പക്ഷെ അവൻ തീരുമാനം എടുത്ത് ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്ത് പോകാൻ പോയി. അതാണ് അല്ലേ? അവന്റെ മിടുക്കതാണ്. അവൻ എടുത്ത തീരുമാനം അവൻ നടപ്പിൽ എടുത്തു. ഇന്ന് പ്രാർത്ഥിക്കുന്ന തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അല്ലേ? കർത്താവിനെ ഞാൻ അനുസരിക്കും എന്ന് തീരുമാനം എടുത്താൽ അനുസരിക്കാൻ പറ്റുന്നില്ല. ഞാനിനി പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനം എടുത്താൽ അത് പാലിക്കാൻ പറ്റുന്നില്ല. അവൻ പാലിച്ചു. അവൻ അപ്പൻ്റെ അടുത്ത് ചെന്നു. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ഈ ആ പദങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ അല്പം ഭാവന കലർത്തി പറയാറുണ്ട്. അപ്പൻ ഏറ്റവും സ്നേഹിച്ച ഇളയ മകനാണ്. പക്ഷെ അപ്പൻ്റെ അടുത്ത് ഈ മകൻ വന്നിങ്ങനെ സ്വത്ത് വേണം, വീതിച്ചു വേണം എന്ന് പറഞ്ഞപ്പോൾ അപ്പനൊന്നും പ്രയാസം കൊടുത്തു, ചിരിച്ചുകൊണ്ടൊക്കെ കൊടുത്തു. അവനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു വിട്ടു. പക്ഷേ അവൻ പോയ അന്ന് തൊട്ട് ഈ അപ്പന് സത്യം പറഞ്ഞ കിടപ്പാണ്. അപ്പൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞു. അപ്പൻ്റെ സൈഡ് സ്ട്രോക്ക് വന്നു. അത് പിന്നെ ഇച്ചിരി നടക്കാനൊക്കെ തുടങ്ങി, വടി പിടിച്ച്. അന്ന് തൊട്ട് ഈ അപ്പൻ ഒറ്റ പണിയുള്ളൂ. എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് ആ ഫ്രണ്ടിൽ വരാന്തയിൽ ഒരു കീസി ചേർത്ത് ഇങ്ങനെ കിടക്കും. അത് കിടന്നാൽ നേരെ ഗേറ്റിൻ്റെ അവിടെ നേരെ മുന്നിലോട്ടാണ് റോഡ്. ആ റോഡിലോട്ട് നോക്കി അപ്പൻ ഇങ്ങനെ കിടക്കും. സന്ധ്യ വരെയും കിടക്കും. ഇരുട്ടാകുമ്പോൾ വേലക്കാരൻ വന്ന് പിടിച്ച് ആ തൊണ്ട് കിടക്കും. സാറ് കിടക്കണം, ഇനി മതി. ഞാൻ ഈ രാവിലെ തൊട്ട് രാത്രി വരെ ആ ഗേറ്റിലേക്ക് ആ റോഡിലേക്ക് നോക്കിയിരിക്കുന്ന ആരെയാണ്? പ്രശ്നം. നമ്മൾ ഓരോ ഓട്ടവും തീരുമാനം എടുക്കും. ഓരോ കൺവെൻഷന് പോയി എന്ത് ചെയ്യും? തീരുമാനം എടുക്കും, എഴുന്നേറ്റിരിക്കും, മുന്നോട്ട് വരും, പ്രാർത്ഥിപ്പിക്കും. ഇല്ല, ഇതൊക്കെ നമ്മളും ചെയ്യും. ചിലപ്പോൾ കാർഡും പൂരിപ്പിക്കും. ഇന്ന് മുതൽ ഞാൻ നന്നായിക്കോളാം, ഇനി ഞാൻ നന്നായിട്ടൊക്കെ ജീവിച്ചോളാം, ഇനി ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ തീരുമാനം എടുക്കുന്ന മറ്റൊരു ദിവസമാണ്. എന്നാണെന്നറിയാമോ? ഡിസംബർ 31-ാം തീയതി പുതിയ വർഷം തുടങ്ങുന്നതിന്റെ അന്ന് എല്ലാവരും ഭയങ്കര തീരുമാനം എടുക്കുവാണ്. ഞാൻ ഈ 1-ാം തീയതി തൊട്ട് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും? എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസവും ബൈബിള് ഒരു അധ്യായമെങ്കിലും വായിക്കും. ഞാൻ കൃത്യമായിട്ട് പള്ളി മുടങ്ങാതെ പോകും. ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും? അത് ഈ വിധി ചെയ്യും. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ 1-ാം തീയതി എടുത്ത തീരുമാനം ഒരു 10-ാം തീയതി വരെയെങ്കിലും കൊണ്ടുപോയാലുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാമോ? കൈവക്കണ്ട. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രശ്നം നമ്മൾ തീരുമാനം എടുക്കാത്തതല്ല. തീരുമാനം എടുത്തതിൽ റെക്കോർഡ് സ്ഥാപിച്ചവർ ഇവിടെ ഒത്തിരി പേരുണ്ടായിരിക്കും നമ്മൾ തന്നെ. പക്ഷേ ഈ തീരുമാനത്തിൽ നമുക്ക് നിലനിൽക്കാനോ നടപ്പിലാക്കാനോ പറ്റുന്നില്ല. പക്ഷെ അവൻ തീരുമാനം എടുത്ത് ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്ത് പോകാൻ പോയി. അതാണ് അല്ലേ? അവന്റെ മിടുക്കതാണ്. അവൻ എടുത്ത തീരുമാനം അവൻ നടപ്പിൽ എടുത്തു. ഇന്ന് പ്രാർത്ഥിക്കുന്ന തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല.
അല്ലേ? കർത്താവിനെ ഞാൻ അനുസരിക്കും എന്ന് തീരുമാനമെടുത്താൽ അനുസരിക്കാൻ പറ്റുന്നില്ല. ഞാനിനി പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്താൽ അത് പാലിക്കാൻ പറ്റുന്നില്ല. അവൻ പാലിച്ചു. അവൻ അപ്പൻ്റെ അടുത്ത് ചെന്നു. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. ഈ ആ പദങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ അല്പം ഭാവന കലർത്തി പറയാറുണ്ട്. അപ്പൻ ഏറ്റവും സ്നേഹിച്ച ഇളയ മകനാണ്. പക്ഷെ അപ്പൻ്റെ അടുത്ത് ഈ മകൻ വന്നിങ്ങനെ സ്വത്ത് വേണം, വീതിച്ചു വേണം എന്ന് പറയുമ്പോൾ അപ്പനൊന്നും പ്രയാസം കൊടുത്തു, ചിരിച്ചുകൊണ്ടൊക്കെ കൊടുത്തു. അവനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു വിട്ടു. പക്ഷേ അവൻ പോയ അന്ന് തൊട്ട് ഈ അപ്പന് സത്യം പറഞ്ഞ കിടപ്പാണ്. അപ്പൻ്റെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞു. അപ്പൻ്റെ സൈഡ് സ്ട്രോക്ക് വന്നു. അത് പിന്നെ ഇച്ചിരി നടക്കാനൊക്കെ തുടങ്ങി, വടി പിടിച്ച്. അന്ന് തൊട്ട് ഈ അപ്പൻ ഒറ്റ പണികൾ എന്താണെന്നറിയാമോ? രാവിലെ എഴുന്നേറ്റ് ആ ഫ്രണ്ടിൽ വരാന്തയിൽ ഒരു കീസി ചേർത്ത് ഇങ്ങനെ കിടക്കും. അത് കിടന്നാൽ നേരെ ഗേറ്റിൻ്റെ അവിടെ നേരെ മുന്നിലോട്ടാണ് റോഡ്. ആ റോഡിലോട്ട് നോക്കി അപ്പൻ ഇങ്ങനെ കിടക്കും. സന്ധ്യ വരെയും കിടക്കും. ഇരുട്ടാകുമ്പോൾ വേലക്കാരൻ വന്ന് പിടിച്ച് അകത്തോട്ട് കിടത്തും. സാറ് കിടക്കണം, ഇനി മതി. ഞാൻ ഈ രാവിലെ തൊട്ട് രാത്രി വരെ ആ ഗേറ്റിലേക്ക്, ആ റോഡിലേക്ക് നോക്കിയിരിക്കുന്ന ആരെയാണ്? ഈ ഇങ്ങനെ നോക്കിയിരുന്ന ഒരു അപ്പനായതുകൊണ്ടാണ് മകൻ ദൂരത്ത് നിന്ന് വരുന്നത് കണ്ടു. നോക്കണം, ഇപ്പൊ പഴയ പോലെ കണ്ണു പറ്റുന്നില്ല, ഒത്തിരി ക്ഷീണ അപ്പനുണ്ട്. പക്ഷേ ദൂരത്ത് നിന്ന് മകൻ വരുന്നത് ആര് കണ്ടു? ഈ അപ്പൻ കണ്ടു. ഈ അപ്പൻ കണ്ടിട്ട് അപ്പന്റെ ആദ്യത്തെ പ്രതികരണം കണ്ടല്ലോ, ആടിനെ കണ്ടെത്തിയപ്പം എന്ത് ചെയ്തു? സന്തോഷിച്ച് ചുമലിലെടുത്തു, അല്ലേ? പക്ഷെ ഈ അപ്പന് ദൂരെ വെച്ച് മകൻ വരുന്നത് കണ്ടിട്ട് ആദ്യം മനസ്സിലെയും കാര്യം എന്താണ്? അവന്റെ കോലം കണ്ടപ്പം മനസ്സിലായി, അയ്യോ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് പോയത്, എന്ത് നല്ല തുടുത്ത നല്ല മിടുക്കനായിരുന്ന, എന്ത് സ്മാർട്ടായിരുന്നു എൻ്റെ മകൻ. ഇങ്ങനെ തലകുനിച്ച് പതുക്കെ പതുക്കെ നടന്നു വരുന്ന മകന്റെ അടുത്തേക്ക് ഈ വൃദ്ധനായ അപ്പൻ എങ്ങനെ ചെല്ലുന്നു? ഓടിച്ചെല്ലുന്നു. ഇതാണ് വ്യത്യാസം. When we walk to him, he runs to us. നമ്മൾ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചുവട് അങ്ങോട്ട് വയ്ക്കുമ്പോൾ, അവൻ ഓടി വരുന്നു. ഓടി വരാൻ കാത്ത് പിതാവ് കാത്തിരിക്കും. നമ്മളെ കാത്തൊരു ദൈവം. നമ്മൾ മടങ്ങി വരുന്നുണ്ടോ? എൻ്റെ മകൻ എന്ന് വരും, എൻ്റെ മകൾ എന്ന് വരും, അവളെ കാത്ത് ഞാനിരിക്കുകയാണ്, അവനെ കാത്ത് ഞാനിരിക്കുകയാണ്. എനിക്ക് കൊതിയാണ് അവനെ കാണാൻ, എനിക്ക് അവളെ കാണാൻ കൊതിയാണ്. എത്ര നാളായി എന്നെ വിട്ടു പോയിട്ട്. അവൻ എങ്ങനെ ഇരിക്കുന്നു, അവൾ എങ്ങനെ ഇരിക്കുന്നു, അവൻ കഴിച്ചോ കുടിച്ചോ, എവിടെയാണ് അവൻ എന്നൊക്കെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ദൂരെ ഒരു കോലം. കൂട്ടി നോക്കുമ്പോൾ മകൻ തന്നെ. അവനെ കണ്ട് മനസ്സലിഞ്ഞു മാത്രമല്ല, തൻ്റെ വാർദ്ധക്യവും തൻ്റെ ശരീരത്തിലെ ക്ഷീണം ഒന്നും വകവയ്ക്കാതെ ഇറങ്ങി ഓടി ചെന്നിട്ട് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ എന്ത് ചെയ്തു? നോക്കണേ കേട്ടോ. അവൻ ഇങ്ങോട്ട് വരാനൊരു തീരുമാനം എടുത്തു. അവൻ വന്നു. ഇത്രേ അവൻ ചെയ്തു. നല്ലോണം ഓർക്കണം. അവന് ഉള്ളിലൊരു തീരുമാനം എടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെല്ലും. ആ തീരുമാനം നടപ്പിലാക്കി. എങ്ങനെ? അവൻ അപ്പൻ്റെ അടുത്തോട്ട് വന്നു. വരാൻ തീരുമാനിച്ച് അവൻ നടന്ന് മുന്നോട്ട് ചെന്നപ്പം പിന്നെ ചെയ്യുന്ന എല്ലാം അപ്പനാണ്. അപ്പൻ ആദ്യം എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. ഇന്ന് നമുക്ക് ഒരു കുറ്റം ചെയ്താൽ പിന്നെ നിരന്തരം കുറ്റബോധവും ലജ്ജാബോധവും. പിന്നെ ഒരു സംശയം, എൻ്റെ കുറ്റം ക്ഷമിക്കപ്പെടുമോ എന്നുള്ളത്. അപ്പൻ എന്നോട് ക്ഷമിക്കുമോ? ഇതല്ലേ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്, എനിക്കിനി മകനാകേണ്ട വേലക്കാരനായ മതി. പക്ഷേ ഈ അപ്പന് കണ്ടപ്പോഴേ സ്നേഹം മാത്രമല്ല, മനസ്സലിഞ്ഞു. ആദ്യം മനസ്സലിവ്. 2 ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അതെന്തിനെ കാണിക്കുന്നു? സ്നേഹം. എൻ്റെ അപ്പന്, സ്വർഗത്തിലെ അപ്പന് സ്നേഹമല്ലാതെ ഒന്നുമില്ല. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ ശൂലവും കൊണ്ട് കൊല്ലാണ്ടിരിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ അപ്പൻ 2 കരവും നീട്ടി എന്നെ കെട്ടിപ്പിടിക്കാനിരിക്കുക. നമ്മളെ കെട്ടിപ്പുണരുന്ന, നമ്മളെ മാറോട് ചേർക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളോട് മനസ്സലിയുന്ന ദൈവം. ഈ ദൈവത്തെ പോലെ വേറെ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ചിത്രമാണ് അവിടെ യേശു വരച്ചു കാണിക്കുന്നത്. ഇതുപോലൊരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അടുത്തത് മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും. ഇത് അവിടുന്ന് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചോണ്ട് വരികയാണ്. അപ്പനെ കാണുമ്പോൾ പറയാനുള്ള കാര്യം ഇല്ലേ? നാടകത്തിന് ഡയലോഗ് പഠിക്കുന്നതല്ലേ. ഇപ്പം വരുന്ന വഴിക്കെല്ലാം ഇങ്ങനെ പഠിച്ചു. ഞാൻ അപ്പനെ കാണുമ്പോൾ കേട്ട ഭാവം നടിക്കുന്നില്ല. അപ്പനത് കേൾക്കാൻ ഇഷ്ടവുമില്ല, അപ്പനത് കേൾക്കുന്നേ ഇല്ല, അല്ലേ? അപ്പൻ തിരക്കിലാണ്. എന്ത് തിരക്കിലാണ്? അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. കണ്ടോ? ഇവൻ പറയുന്നത് ഈ അപ്പൻ കേൾക്കുന്നില്ല.
എന്നെ ഇനി മോനാക്കണ്ട, വേലക്കാരനാക്കിയാൽ മതി എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അതൊന്നും അപ്പം ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. പകരം അപ്പൻ അങ്ങോട്ട് തിരിഞ്ഞ് വേലക്കാരൻ ആരോടെ കൊണ്ടുപോവാ. എന്ത് കൊണ്ടുപോവാ? മേൽത്തരമായ ഒരു അങ്കി കൊണ്ടുപോവാ. അങ്കിയെ പറ്റി പറയുന്നത് രാജകുമാരന്മാർ ധരിക്കുന്ന അങ്കി. അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അവനെ അങ്ങ് മൂടി, അവനെ അങ്ങ് ധരിപ്പിച്ചു, അവനെ അങ്ങ് ഉടുപ്പിച്ചു, അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ് ബഹളം കേട്ട് അക്കംപക്കത്തുള്ളവരൊക്കെ എത്തി നോക്കിയപ്പോഴത്തേക്കും സാറിന് മോൻ വന്നു. പക്ഷെ എല്ലാരും കൂടെ എത്തി നോക്കിയപ്പം മോനെ ഇപ്പൊ എങ്ങനെയാ കണ്ടതവര്? മോൻ നല്ല അടിപൊളിയായിട്ട് അങ്കിയൊക്കെ ഇട്ട് നിൽക്കുന്നു. ഇവൻ വന്ന കോലം കണ്ടത് അപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പൻ ആദ്യം ചെയ്തത് അവന്റെ ആ ലജ്ജ അങ്ങ് മറച്ചു. അവന്റെ ആ നഗ്നത, അല്ലെങ്കിൽ അർത്ഥനഗ്നമായിട്ടാണ് വന്നത് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ എന്ത് ചെയ്തു? അങ്ങ് മറച്ചു. ഒരു വിശേഷ വസ്ത്രം അവനെ ഉടുപ്പിച്ചു. ഇന്ന് പാപികളായിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന്, ദൈവമേ ഞാൻ പാപിയാണ്, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് പാപം ഏറ്റുപറഞ്ഞ് അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ ആദ്യം ചെയ്യുന്നത് അവൻ പാപത്തിൻ്റെ കുറ്റം നമ്മളോട് ക്ഷമിച്ചു തരും. അടുത്തത് ഈ പറഞ്ഞ രക്ഷ എന്നൊരു വസ്ത്രം അവനെടുത്ത് നമ്മളെ മൂടും. നീതിയുടെ ഒരു അങ്കി എടുത്ത് നമ്മളെ അങ്ങ് പുതയ്ക്കും. പിന്നീട് നമ്മളെ ഒരു ഭാവിയായി ഒരിക്കലും അവൻ കാണുന്നില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ പിന്നെയും ഭാവിയാണെന്നുള്ള ചിന്ത വരും. പക്ഷേ ദൈവം പിന്നീട് നമ്മളെ ഭാവിയായി കാണുന്നില്ല. അവൻ നമ്മുടെ പാപം ഒരിക്കൽ ക്ഷമിച്ചാൽ അതവനങ്ങ് മറന്നു കളയുന്നു. അത് പിന്നെ അവൻ്റെ പുറകിലിട്ട് കളയുന്നു, സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയുന്നെന്നാണ് ബൈബിൾ പറയുന്നത്. ശരി, വിശേഷമായ അങ്കി കൊണ്ട് അവനെ ധരിപ്പിച്ചു. അടുത്തത് ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുക. അടുത്ത് നോക്കിയപ്പം അവന്റെ കൈക്ക്, അവന്റെ വിരലിൽ എന്തിട്ട് കൊടുത്തു? ഈ മോതിരം ഇട്ട് കൊടുക്കുന്നത് എപ്പോഴാണ്? കല്യാണം ഉറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോഴോ ഒക്കെ അല്ലേ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മരുമോൻ വീട്ടിൽ വന്ന് കയറുമ്പം അമ്മായിയമ്മ ഇട്ട് കൊടുക്കുന്നതോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ ആ മോതിരം ഇട്ട് കൊടുത്തതിന് ഒരു അർത്ഥമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഇവൻ എന്താണ് ഈ അപ്പനോട് ചോദിച്ചത്? ഇനി മകനെന്ന് വിളിക്കണ്ട, ഇനി വേലക്കാരനാക്കി. പക്ഷെ അപ്പൻ അതിന് മറുപടി പറഞ്ഞില്ല. താനൊരു കാര്യം ചെയ്ത് തെളിയിച്ചു. എന്താണ്? മോതിരം കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മകനെ നീ എൻ്റെ മകൻ തന്നെ. നീ തെറ്റ് ചെയ്തു, നീ ഇവിടെ നിന്ന് പോയി, നീ എല്ലാം നശിപ്പിച്ചു, നീ പാപം ചെയ്തു, ശരിയാണ്. പക്ഷേ നിന്റെ പുത്രത്വം ക്യാൻസലായില്ല. അതാണ് വിഷയം. നല്ലോണം ഓർക്കണം പ്രിയപ്പെട്ടവരെ. മടങ്ങി വന്നാൽ നമ്മൾ അവൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷേ അവൻ്റെ അടുത്ത് വരാതെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാൽ നമ്മൾ പിശാചിന്റെ അടിമത്തത്തിലാണെന്നുള്ള കാര്യം മറക്കരുത്. ഈ പന്നിക്കൂട്ടിലേക്ക് പണിയാൻ വിട്ടാൽ നമുക്കറിയാമല്ലോ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇവൻ പന്നിക്കൂട്ടി ചെന്ന് ജോലിയല്ല, പന്നി ഇവിടെ വയലിൽ പോയി ജോലി ചെയ്തപ്പം അവിടെ ലേബർ യൂണിയൻ ഇല്ലായിരുന്നു തോന്നുന്നു. പക്ഷെ അവിടെ ഒരു സമരവും ഇല്ലായിരുന്നു. ഇത് നല്ലോണം ഓർക്കണം. ഈ ക്രൂരനായ ഒരു യജമാനാണ്. കാര്യം അവൻ ഒരുത്തനെ ജോലിക്ക് പറഞ്ഞയച്ചിട്ട് കൂലി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം പോലും കൊടുത്തില്ല. അതും മിനിമം ഭക്ഷണം, കഞ്ഞിയും പയറും പോലെയല്ല, പന്നിക്കുള്ള ഭക്ഷണം അവൻ ചോദിച്ചില്ല, അതുപോലും കൊടുത്തില്ല. ഇതാണ് പിശാചിന്റെ സ്വഭാവം. അവൻ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും, പക്ഷേ ന്യായമായ ഒന്നും നമുക്ക് തരികയില്ല. അവൻ പലതും കാട്ടി നമ്മളെ അങ്ങോട്ട് വിളിക്കും. പക്ഷേ അവൻ്റെ അടുത്ത് നിന്ന് ജോലി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തി നമ്മളെ നശിപ്പിച്ച് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആത്മാവ് തന്നെ ഒടുവിൽ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഇതാണ് പിശാചിന് പോയി ജോലി ചെയ്ത് കൊടുക്കാറുള്ള കുഴപ്പം. ഇന്ന് ലോകത്ത് നോക്കി അനേകർ ഈ പിശാചിന് പോയി അടിമവേല ചെയ്യുകയാണ്. പക്ഷേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വീട്ടിൽ അവൻ്റെ പുത്രനായിട്ടിരിക്കാൻ നമുക്ക് മനസ്സില്ല. പകരം ഈ ക്രൂരനായ യജമാനിന് പോയി പണിയെടുക്കാൻ നല്ല ഇഷ്ടമാണ്. എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കണം. ഞാൻ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? ഞാൻ ആരുടെ വയലിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലുണ്ടോ, അതോ ഞാൻ എൻ്റെ അപ്പൻ്റെ വീട് വിട്ട് ദൂരെയാണോ? ഇത് നമ്മളൊന്ന് ചിന്തിക്കണം. ശരി, അവന് മോതിരം ഇട്ട് കൊടുത്ത് അതിൻ്റെ അർത്ഥം അപ്പം തെളിയിക്കുകയാണ്, മകനെ നീ എൻ്റെ മകൻ തന്നെയാണ്. അടുത്തത് കാലിന് ചെരുപ്പിട്ട് കൊടുത്ത്. അതെന്താണ് എൻ്റെ അർത്ഥം? അന്നത്തെ പ്രമാണം അടിമകൾക്ക് കാലിൽ ചെരുപ്പ് ഇടാൻ അവകാശമില്ല. ഇവൻ കാലിൽ ചെരുപ്പില്ലാതെ വരുന്ന കണ്ടപ്പോഴേ അപ്പന് മനസ്സിലായി അപ്പം നീ എവിടെയായിരുന്നു? നീ ആരുടെയോ അടിമയായിരുന്നില്ലേ? ഇനി നീ അടിമയല്ലേ മോനെ, നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നിനക്ക് അപ്പനായി ഞാനുണ്ടെങ്കിൽ നീ ഒരിക്കലും അടിമയല്ല, നീ എൻ്റെ മകനാണ്. അതുകൊണ്ട് അടിമയുടെ ആ ഒരു ലക്ഷണമാണ് കാലിൽ ചെരുപ്പില്ലാത്ത. അവൻ്റെ ചെരുപ്പിട്ടു. അവൻ പെട്ടെന്ന് ഇപ്പം നമ്മുടെ വന്ന സാറിൻ്റെ മോൻ കാലിൽ ചെരുപ്പിട്ടു, മോതിരം ഇട്ടും അങ്കിയിട്ട് നിൽക്കുകയാണ്. ആൾക്കാരെല്ലാം അക്കമ്പക്കം വീടുകളിൽ നിന്നൊക്കെ തലപൊക്കി നോക്കിയപ്പോൾ മന്തി കുടുംബത്തിലേക്ക് എത്തി നോക്കുന്നുണ്ട്. ശബ്ദം കേട്ടോണ്ട് നോക്കിയപ്പം
സാറിന്റെ മോൻ വന്നിരിക്കുന്നു, അവിടെ സാറിന്റെ മോൻ വന്നിരിക്കുന്നു. എങ്ങനെ? നല്ല അങ്കിയും ധരിച്ച് മോതിരം ഇട്ട് കാലി ചെരുപ്പ്. അവന് ലജ്ജ കൊണ്ട് തലകുനിയോ? ഇല്ല. അവന്റെ ലജ്ജ മാറി, അവന്റെ നഗ്നത മാറി, അവന്റെ അരിഷ്ടത മാറി, അവന്റെ അവസ്ഥ മാറി, അവന്റെ വേഷം മാറി, അല്ലേ? എല്ലാം മാറി. ഇതെങ്ങനെ മാറി? അപ്പൻ കൊടുത്തതാണ്. അപ്പൻ വസ്ത്രം കൊടുത്തു, അപ്പൻ മോതിരം കൊടുത്തു, അപ്പൻ ഇതാ അവന് ചെരുപ്പും കൊടുത്തു. എന്നിട്ട് അടുത്തത്, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം തിന്ന് ആനന്ദിക്കാം. അന്ന് അവിടെ അപ്പൻ ഒരു ബീഫ് ഫെസ്റ്റ് നടത്തി. ഇത് ഇന്ത്യയിലല്ല നടന്നുകൊണ്ട് കൊള്ളാം. ഇങ്ങനത്തെ കാലത്ത് അപ്പൻ അഥവാ വിരുന്ന് നടന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അവന് ലജ്ജ കൊണ്ട് തലകുനിയോ? ഇല്ല. അവന്റെ ലജ്ജ മാറി, അവന്റെ നഗ്നത മാറി, അവന്റെ അരിഷ്ടത മാറി, അവന്റെ അവസ്ഥ മാറി, അവന്റെ വേഷം മാറി, അല്ലേ? എല്ലാം മാറി. ഇതെങ്ങനെ മാറി? അപ്പൻ കൊടുത്തതാണ്. അപ്പൻ വസ്ത്രം കൊടുത്തു, അപ്പൻ മോതിരം കൊടുത്തു, അപ്പൻ ഇതാ അവന് ചെരുപ്പും കൊടുത്തു. എന്നിട്ട് അടുത്തത്, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം തിന്ന് ആനന്ദിക്കാം. അന്ന് അവിടെ അപ്പൻ ഒരു ബീഫ് ഫെസ്റ്റ് നടത്തി. ഇത് ഇന്ത്യയിലല്ല നടന്നുകൊണ്ട് കൊള്ളാം. ഇങ്ങനത്തെ കാലത്ത് അപ്പൻ അഥവാ വിരുന്ന് നടന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്.